വരൂരെ ഉണ്ണിയപ്പച്ചൻ്റെ വീട്ടിലെ പ്രാർത്ഥന അനുഭവം മറക്കാനാവാത്തതാണ്. ഇന്ന് റാന്നിയിൽ സുവിശേഷ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരിക്കുന്ന ജോയ്സ് എന്ന ചെറുപ്പക്കാരൻ്റെ വല്യപ്പച്ചനാണ് ഉണ്ണിയപ്പച്ചൻ. ജോയ്സ് ഒരു കാലത്ത് SFIയിലും DYFIയിലും ഒക്കെ പ്രവർത്തിച്ച് റാന്നി സെൻറ് തോമസ് കോളേജിലും റാന്നിയെയും കിടുകിട വിറപ്പിച്ച ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാണ് അപ്പച്ചനും അമ്മച്ചിയും എൻ്റെ കൊച്ചുമകനാണ് എന്ന് പറഞ്ഞ് എന്നോട് ആവശ്യപ്പെടുമായിരുന്നു. അന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ അപ്പച്ചൻ്റെ വീട്ടിൽ 1994 പ്രാർത്ഥനയ്ക്ക് എത്തുമ്പോൾ ഉണ്ണിയപ്പച്ചൻ പറഞ്ഞു, ഉപദേശി, എൻ്റെ വീട്ടിൽ ഞങ്ങളിടുന്ന കപ്പ മുഴുവൻ എലി മൊത്തം തിന്നുകയാണ്, പ്രാർത്ഥിക്കാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പച്ചന് വിശ്വാസമുണ്ടോ? അപ്പച്ചൻ പറഞ്ഞ് വിശ്വാസമുണ്ട്. അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിക്ക് വിശ്വാസമുണ്ടോ? അമ്മച്ചി പറഞ്ഞ് വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്കും വിശ്വാസമുണ്ട്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ശ്രീയേശു നാമം അതിശയനാമം എന്ന പാട്ടുപാടി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എലിയെ വിലക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മുതൽ ഒറ്റ കപ്പയിൽ എലി തൊട്ടിട്ടുമില്ല. ആ കപ്പ പോയി കഴിക്കാനുള്ള അവസരവും എനിക്കുണ്ടായി. പിറ്റേ ദിവസം കൂട്ടായ്മയിൽ വന്നപ്പോൾ അപ്പച്ചൻ ഈ സാക്ഷ്യം പരസ്യമായി പറയുകയും ചെയ്തു. പിന്നീട് ഉണ്ണിയപ്പച്ചൻ്റെ കൊച്ചുമകൻ മാനസാന്തരപ്പെടുകയും ഇന്ന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന അനുഭവമുണ്ട്. ഞങ്ങൾ പരസ്പരം കാണുമ്പോൾ ഉണ്ണിയപ്പച്ചൻ്റെ വീട്ടിലെ പ്രാർത്ഥന സംസാരിക്കാറുണ്ട്.